സഹീഹുൽ ബുഖാരിയെ നമ്മൾ സ്വീകരിക്കും, ഇമാം ബുഖാരിയെയും നമ്മൾ സ്വീകരിക്കും. മുബ്തദികൾ സഹീഹുൽ ബുഖാരിയെ സ്വീകരിക്കും, ഇമാം ബുഖാരിയെ സ്വീകരിക്കൂല. കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം ജമാഅത്തേര് ഗസാലിമാനെ പറ്റി നല്ല തടിച്ചൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനാന്ന് ഓൽക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ അവർ സ്വീകരിക്കൂല. ഗസാലി ഇമാമിന്റെ ബസീത്തോ വസീത്തോ വജീസോ സ്വീകരിക്കൂല. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുബ്തദികൾ സ്വീകരിക്കും, എന്നാൽ ഇമാം ബുഖാരിയെ സ്വീകരിക്കൂല. എല്ലാവരും നല്ലട്ടോ, ബുഖാരിയെ തള്ളിക്കഴിഞ്ഞ ആൾക്കാരും മുബ്തദികളിലുണ്ട്. നമ്മൾ രണ്ടും സ്വീകരിക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ്. ചെറിയ കുട്ടിയാവുമ്പോ കണ്ണ് കണ്ടിരുന്നില്ല. മഹാനവർഗയുടെ ഉമ്മ ദുആ ചെയ്തു, പടച്ചോനെ എൻ്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച തരണേന്ന്. ദോരന്ന് ഒരു ദിവസം രാത്രി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കിനാവിൽ കണ്ടു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തന്റെ മകന്റെ കാഴ്ചയില്ലാത്ത കാര്യത്തിൽ സങ്കടം പറഞ്ഞപ്പോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നാളെ നേരം പുലരുമ്പോഴേക്ക് നിങ്ങളുടെ മകന് കാഴ്ചയുണ്ടാകുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കാഴ്ചയുണ്ടായിരുന്നു. മുമ്പത്തെ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ല. ഒരു സഹീഹുൽ ബുഖാരിയെ വിശ്വസിക്കുള്ളൂ, ഇമാം ബുഖാരിനെ വിശ്വസിക്കൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിന്റെ തസ്നീഫ് പൂർത്തിയാകുന്നത് ദുൽഹിജ്ജ മാസത്തിലായിരുന്നു. സഹീഹുൽ ബുഖാരിയും എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് റൗള ഷരീഫിന്റെ പുറത്ത് അല്പം ദൂരമായ ഒരു സ്ഥലത്ത് സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ കാത്തുനിന്നു. റൗളയിൽ നിന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോൾ റൗളയിലേക്ക് കയറണമെന്ന് കരുതി. ദിവസങ്ങളോളം ഇശാറത്തുകളൊന്നും ലഭിച്ചില്ല. ഇമാം ബുഖാരി ആണെങ്കിൽ അവിടെ നിന്നിട്ട് പോയതുമില്ല റളിയല്ലാഹു അൻഹു. കുറെ ദിവസങ്ങൾക്ക് ശേഷം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ റൗളയിലേക്ക് കയറാൻ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള ഇശാറത്തുണ്ടായി. ബാബുസ്സലാമിലൂടെ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിലേക്ക് കയറിയിട്ട് സലാം പറഞ്ഞതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാത്തുനിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ആ പള്ളിയാണ് പരിശുദ്ധമായ റൗള ഷരീഫിന്റെ പുറത്തുള്ള മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. മുഅ്തദിങ്ങൾ വിശ്വസിക്കുവോ? ഇല്ല. ഇമാം ബുഖാരിനെ അംഗീകരിക്കൂല, സഹീഹുൽ ബുഖാരി അംഗീകരിക്കുള്ളൂ. നമ്മൾ സഹീഹുൽ ബുഖാരിയെയും അംഗീകരിക്കും, ഇമാം ബുഖാരിയെയും അംഗീകരിക്കും. ഇതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് നമ്മുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നടപ്പിരിപ്പ് രീതികൾക്കും 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ 300 മുമ്പ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 4-5 നൂറ്റാണ്ടുകൾ വിശ്വാസപരമായ കാര്യങ്ങളുടെ ക്രോഡീകരണം നടന്ന കാലഘട്ടമാണ്. അതുവരെ വിശ്വാസത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. ഉണ്ട്, പക്ഷെ അല്ലറ ചില്ലറ തർക്കങ്ങളാണ്, കാര്യമായിട്ടൊന്നുമില്ല. അതേസമയത്ത് 3-ാം നൂറ്റാണ്ടിന് ശേഷം മുഅ്തസിലിയാക്കൾ ശക്തി പ്രാപിച്ചു. അവരുടെ അവാന്തര വിഭാഗങ്ങൾ ഖവാരിജിയാക്കളുടെ വകഭേദങ്ങൾ ലോകത്ത് ധാരാളം ഉണ്ടായി. അതുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ തുടർന്നു വരുന്ന വിശ്വാസം എന്താണെന്ന് ക്രോഡീകരിക്കാൻ വേണ്ടി 2 ആളുകൾ മെനക്കെട്ടു. മഹാനായ സയ്യിദുനാ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അബാ മൻസൂരിൽ മാതുരിദി റളിയല്ലാഹു അൻഹുമായിരുന്നു. അത് അല്ലാഹു തആലക്ക് വാജിബായ സിഫത്ത് 20 അല്ലാഹു തആലക്ക് മുസ്തഹിലായ സിഫത്ത് 20, അല്ലാഹു തആലക്ക് ജായിസായ സിഫത്ത് 1. അങ്ങനെ ആകെ അള്ളാഹുവിന്റെ സിഫത്തുകൾ 41. ഇത് ഏതെങ്കിലും ആയത്തിലുള്ളതാണോ? അല്ല. ഏതെങ്കിലും ഹദീസിലുള്ളതാണോ? അല്ല. പിന്നെ എവിടുന്ന് കിട്ടിയതാ?
വിശ്വാസപരമായി ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ലോക മനുഷ്യർക്ക് ഉണ്ടായേക്കാവുന്ന മുഴുവൻ സംശയങ്ങളുടെയും മറുപടി മുൻഗാമികളായ അയിമ്മത്ത് ക്രോഡീകരിച്ചു വന്നപ്പോ വാജിബ് 20-ഉം മുസ്തഹീൽ 20-ഉം ജായിസും 1-ഉമാണ്. അതിൽ ഒതുങ്ങാത്ത ഒരു സംശയം കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ്, കാഴ്ചയില്ലാത്ത ആളായിരുന്നു എന്നാണ് അഹ്മദ് അൽ മർസൂഖി. കാഴ്ചയില്ലാത്ത കുറേ ആളുകൾ ലോകത്ത് വിപ്ലവം തീർത്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കാഴ്ചയില്ല, പിന്നെ കാഴ്ച ഉണ്ടായി. അബുൽ ഹസൻ അലി നിഷാദുലി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ കാഴ്ച ഇല്ലാതായി. അങ്ങനെയുണ്ട്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കാഴ്ച ഉണ്ട്, പിന്നെ ഉപരി കാഴ്ച ഇല്ലാതായി. ഷാദുലി തരീഖത്തിന്റെ പിന്നെ ദലായിലുൽ ഖൈറാത്ത്, ബുർദ ബൈത്ത് ഒക്കെ ഷാദുലി വഴിയിൽ വരുന്നതാണ്, ഷാദുലിയാക്കളാണ്. അപ്പോ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കാഴ്ച ഉണ്ട്, പിന്നെ കാഴ്ച ഇല്ലാതായി. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതൽ മരിക്കുന്നതുവരെയും കാഴ്ചയില്ല. മഹാനവറുകളാണ് കിഫായത്തുൽ ഈമാൻ എന്ന് പറയുന്ന, കിഫായത്തുൽ ഈമാൻ, കിഫായത്തുൽ അവാം തുടങ്ങി ഒരുപാട് പേര് ആ കിതാബിനുണ്ട്. മഹാനവറുകൾ ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്ത് കണ്ടു. നബി തങ്ങളുടെ കൂടെ സഹാബത്തുണ്ട്, സിദ്ദീഖുൽ അക്ബർ, ഉമർ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്. അഹ്മദ് അൽ മർസൂഖിയോട് നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മർസൂഖി, സാധാരണ മനുഷ്യന്മാരെ ഈമാൻ ശരിയാക്കാൻ പറ്റുന്ന ഒരു കവിത ചൊല്ലിക്കൂടെ, നിങ്ങൾക്ക് ഒരു പാട്ട് എന്ന് ചോദിച്ചു. അതിൽ അഹ്മദ് അൽ മർസൂഖി പറഞ്ഞു, നബിയെ, ഞാനങ്ങനെ പാട്ട് പാടുന്ന ആളൊന്നല്ലല്ലോ. അപ്പൊ കൂടെ അങ്ങനെ സഹാബത്തൊക്കെ ഉണ്ട്, ഓല് പറഞ്ഞു, അറിയില്ല എന്നൊന്നും പറയണ്ട, മുണ്ടാന്നാ മതി പറഞ്ഞു. നിലപാടിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മുണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണല്ലോ, മുണ്ടായിരുന്നാ മതി പറഞ്ഞു. അപ്പൊ മൂപ്പരിങ്ങനെ മുണ്ടാന്നപ്പോ നബി തങ്ങളൊന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് ഒരു അരവരി പാടിക്കൊടുത്തു എന്നാണ്, അരവരി. പിന്നെ മഹാനവറുകൾ അങ്ങനെ ചൊല്ലി, അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി, അതാണ് അരവരി. വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി അൽ ആഖിരിൽ ബാഖി ബിലാ തഹവ്വുലി ثم الصلاة والسلام سرمدا على النبي خير من قد وحد وآله وصحبه ومن تبع سبيل دين الحق غير مبتدئ. അപ്പൊ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. وبعد فعلم بوجوب المعرفة من واجب لله شرينا صفا فالله موجود قديم باقي مخالف للخلق بالإطلاق وقائم غاني وواحد وحي قادر مريد عالم بكل شيء. അങ്ങനെ 26 വരികൾ പാടിയെന്നാണ്. അങ്ങനെ സ്വപ്നം കഴിഞ്ഞു, ഉറക്കത്തുനിന്ന് ഉണർന്നു. മഹാനവറുകൾ നേരം വെളുത്തപ്പോൾ ഈ പാട്ട് പാടാനോ കിട്ടുന്നുണ്ട്, പക്ഷെ ആർക്കും പാടിക്കൊടുത്തതൊന്നുമില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരിക്കൽ വീണ്ടും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടു. നബി തങ്ങളുടെ കൂടെ സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്. മർസൂഖി, നിങ്ങളാ പഴയ പാട്ടൊന്നുകൂടി പാടിക്കാണി എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ വീണ്ടും പാടി, അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി വബിർറഹീമി ദായിമിൽ ഇഹ്സാനി. ഇമ്മകാര്യങ്ങൾ 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത് ഖുർആനിൽ പറഞ്ഞ 20 ക്രോഡീകരിക്കപ്പെട്ടു. അതിൽ ഒന്നുകിൽ അബുൽ ഹസനിൽ അശ്അരിയുടേത് സ്വീകരിക്കണം, അല്ലെങ്കിൽ അബാ മൻസൂരിനിൽ മാതുരീദിയുടെ സ്വീകരിക്കണം എന്നതാണ് സമസ്തയുടെ പാരമ്പര്യ വഴി എന്ന് പറയുന്നത്. എന്താ കാരണം? അത് രണ്ടേ ഹക്കുള്ളൂ എന്നുള്ളതാണ് കാരണം, അല്ലാത്തത് ബാത്തിലാണ്.